ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാരറ്റ് ഹൽവയാണ്. അതിനായിട്ട് ഞാൻ ഒരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചതാണ്. അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ്, സുഖമില്ല. ഇനി നമുക്കൊരു പാൻ എടുത്ത് നല്ലതായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കുപ്പിയോടെ കമത്തുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലാണ് വഴറ്റേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ. വാടിയതൊന്നുമല്ല, നല്ല ഫ്രഷ് വാങ്ങിയ നല്ല ടേസ്റ്റുമാണ്. അത് കാണുമ്പോഴൊന്നും ഒരു ഭംഗിയുണ്ടാവും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് മാറുന്നവരെ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബദാം പൗഡറും ഒരു 10ൻ്റെ പാക്കറ്റിൻ്റെ പാൽപ്പൊടിയും കൂടി തട്ടുകയാണ്. അതിലോട്ടിനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ബദാം പൗഡർ ഇട്ടെന്ന് വെച്ചാൽ നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാരറ്റിന് നല്ല കളറുണ്ട്, ഒരു കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബദാം പൗഡർ ഇട്ടാൽ ഒന്നുകൂടി ചെറിയൊരു കളറും കിട്ടും, പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് ബദാം പൗഡറും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത്. ബദാം പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പാൽപ്പൊടിക്ക് പകരം പാൽ ഒഴിക്കാം. നമ്മളിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് എന്തായാലും നോക്കാം. അപ്പോൾ ഇതിനി കുറച്ചുകൂടെ ഒന്ന് വഴലാമുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനാണ്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാൽപ്പൊടിയും ബദാമിൻ്റെ പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തീയിലാണ് ഇട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്, പെട്ടെന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. പലരും പല രീതിയിലാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. ചിലർ നല്ല ഡ്രൈ ആയിട്ട് തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കും, ചിലർ നല്ല കുഴച്ചെടുക്കും. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല കുഴഞ്ഞൊരു ഹൽവ പരുവത്തിൽ വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ല കുഴച്ച് ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനി അവിടെ കിടന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്ന് കുറച്ചുകൂടെ വെള്ളമായിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് വറ്റി വരണം. ഇതാ ഇപ്പോൾ എല്ലാം പഞ്ചസാര വറ്റി വന്നു, ഈ ഒരു പരുവമായി. ഇനി നമുക്ക് മാറ്റാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി പരത്തി വയ്ക്കാം. പരത്തി നമ്മൾ കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയാവും. നല്ലതെന്നല്ല, കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് പീസായിട്ട് മുറിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ്, പിന്നെ ഹെൽത്തി ആയിട്ട്, ക്യാരറ്റൊക്കെ അല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ഡിഷുമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.